കംപ്ലീറ്റ് പട്ടാളക്കാർ കൊണ്ട് നിറഞ്ഞ ശ്രീനഗറൊക്കെ ആയി മാറി പേര്. അതൊരു വല്ലാത്ത ട്രാൻസിഷനാണ്, ഒരു മാറ്റമാണ് ആ രാജ്യത്തിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഇന്ത്യയിലുണ്ടായിരിക്കുന്ന വ്യത്യാസവും ഇന്ത്യൻ ഭരണവും അവിടുത്തെ ആൾക്കാരുമായിട്ട് നടക്കേണ്ട ഡയലോഗുകളും ഒന്നും നടക്കാതാണ് ഇന്ന് നമ്മൾ കാണുന്ന കശ്മീർ ഉണ്ടായിപ്പോയി. അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഡൽഹിയിൽ വരുമ്പോൾ ഇയാൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടുന്ന്, അപ്പോൾ ഈ ബ്രൈസൺ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് പറന്നു പോകുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്നതിന് മുമ്പ് ഈ കശ്മീർ വെച്ചിട്ടാണ് ഇലക്ഷൻ ഇന്ദിരാഗാന്ധി തോറ്റതായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തോൽവിയായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ വടക്കേന്ത്യ പോകുമ്പോഴാണ് അത് അവിടെ ഇങ്ങനെ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിനകത്ത് നമുക്കത് അനുഭവിച്ചിട്ടില്ലായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് കേരളത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു. കേരളത്തിൽ മാത്രം കോൺഗ്രസ് ജയിക്കുകയും ബാക്കിയുള്ളിടത്ത് എല്ലാം കോൺഗ്രസ് തോറ്റുകയും ചെയ്തു. അപ്പം നമ്മൾ കേരളത്തിൽ ഇന്ത്യയെ പെടാത്താണെന്ന് തോന്നുന്ന ഒരു സംഭവമുണ്ട്. ഇങ്ങനത്തെ ഒരു അനുഭവം കൊണ്ട് അപ്പോൾ ആ തിരിച്ചു വന്ന് ഇയാൾ എയർപോർട്ടിൽ നിന്നും പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഈ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ആ മേടിച്ചത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇത്രയും വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇയാളുടെ ഷൂസ് കുറേ സാധനങ്ങൾ ഈ കാശ്മീരിൽ നിന്ന് മേടിച്ചതുണ്ട്. അതെല്ലാം കൂടെ വാരി എന്നോട് പറയാം കൊണ്ടുപോകോളാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് സാധനം എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത കുറേ സാധനങ്ങളാണ് അയാൾ തരുന്നത്. അയാൾക്ക് അവിടെ അമേരിക്ക കൊണ്ടുപോയി കാണിക്കാനൊക്കെ വേണ്ടി മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ അവർ കണ്ടുപിടിച്ച് അയാൾ അമേരിക്കയിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഇത്രയും വെയിറ്റ് കൊണ്ടുപോകാം, മറ്റേ ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് വീണ്ടും എല്ലാം അഴിച്ചെല്ലാം ഇട്ടെല്ലാം കൂടെ വാരി തിരിച്ച് കയറ്റി പിന്നെയും കെട്ടി അയാൾ പോകുന്നുണ്ട്. അയാൾ പോകുമ്പോൾ ഈ ചിലവ് ചെയ്ത് ഇന്ത്യയിലെ പൈസ എല്ലാം തീർന്നിട്ട് ശേഷം ഒരു 10-25 രൂപ കാണും. അതെനിക്ക് തന്ന് അയാൾ പ്ലെയിനിൽ കയറി അങ്ങ് പോയി. ഞാൻ ഈ 25 രൂപയും കൊണ്ട് ഈ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. തിരിച്ച് നാട്ടിലോട്ട് വരണം, ആകെ എത്രയേ ഉള്ളൂ, 25 രൂപയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നടന്ന് കൊണാട്ട് പ്ലേസ് എന്ന് പറയുന്നിടത്ത് വന്നു. അപ്പോൾ ഞാൻ പഴയ നടപ്പിനെ പറ്റി എല്ലാം ഓർത്തു. അപ്പോൾ ഞാനിങ്ങനെ നടന്നിങ്ങ് താഴോട്ട് വരാമെന്നായിരുന്നു ആദ്യം ആലോചിച്ചു. പിന്നെ ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ഈ ഭാഷ അറിഞ്ഞുകൂടാത്തിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യവും നടക്കത്തില്ല. മാത്രമല്ല ഞാനത് ശരിക്കും അനുഭവിച്ചതാണ്. ഈ നമുക്ക് ആരാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കള്ളനാണ് നമ്മൾ, അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. കള്ളനാണ്. ഇപ്പോൾ ഒരാൾ സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തവരെ സംശയത്തോടെ എല്ലാവരും നോക്കും. അപ്പോൾ നമുക്ക് പലതരത്തിൽ നമ്മൾ അവരെ അറിയിക്കാൻ, നമ്മൾ ആരാണെന്ന് അറിയിക്കാനായിട്ട് അതിനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ അപ്പോഴാണ് ഞാൻ കയ്യിലൊരു രേഖ, എന്തെങ്കിലും ഒരു, ഇപ്പോൾ ഈ പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് വന്ന മനുഷ്യരെല്ലാം പോലീസോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ എൻ്റെ പാസ്പോർട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അതിനകത്ത് അവരാരാണെന്ന് എഴുതിയിട്ടുണ്ട്, അഡ്രസ്സുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചൊരു പാസ്പോർട്ട് ഉണ്ടായെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്കാണെങ്കിൽ പാസ്പോർട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് പാസ്പോർട്ട് എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്നാണെങ്കിൽ നമുക്ക് ഈ ആധാർ കാർഡും ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ഒന്നുമില്ല. അപ്പോൾ ഈ പാസ്പോർട്ട് എടുക്കണമെന്ന് ഞാൻ അവിടെ വെച്ച് ഇങ്ങനെ ആലോചിച്ചു. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റോഡിലൊക്കെ നടക്കാൻ പറ്റും. ആരെങ്കിലും ചോദിച്ചാൽ കള്ളനല്ലെന്ന് പറയാനായിട്ടുള്ള ഏക വഴി അത് മാത്രമേ ഉള്ളൂ. മറ്റേ അന്നെങ്കിൽ ഭാഷ അറിഞ്ഞുകൂടെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ച് പറഞ്ഞൊക്കെ വരുമ്പോഴത്തേനും അടി കിട്ടും. അപ്പോൾ അന്ന് ആ തവണത്തെ അങ്ങനെ അവിടുന്ന് താഴോട്ട് നടന്നു വരാനായിട്ട് ആലോചിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഇത് ഇടി കിട്ടാനും ഭക്ഷണം കിട്ടാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഈ പടിഞ്ഞാറൻ നാട്ടിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ ഇവൻ്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് തന്നിട്ടുള്ള 1-2 സാധനങ്ങൾ. ഒരു മഴക്കോട്ട്, ചെറിയ വളരെ ചുരുട്ടി നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിൽ ചെറിയ ഒരു മഴക്കോട്ടൊക്കെ ഉണ്ടെന്ന്.
അതൊരു ഭയങ്കര മഴക്കോട്ടല്ല, ഈ വിൻഡ് ബ്രേക്കർ എന്ന് പറയുന്ന തരത്തിലാണ്. അപ്പോൾ നമുക്കൊരു ചാറ്റമഴ നനയാതെ പോകാനും, പക്ഷെ അതങ്ങ് ചുരുട്ടി നമുക്കിങ്ങനെ കൈ പിടിക്കാൻ പറ്റും, അത്ര ചെറുതാണ്. അതുണ്ട്. പിന്നെ ഒരു ഷാളുണ്ട്, അതുമൊക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് വല്ലതൊക്കെ കൊടുത്താൽ കുറച്ച് കാശ് കിട്ടും. അപ്പോൾ മാത്രമല്ല ഒരു കാസറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അന്ന് കാസറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ കുറച്ച് മാത്രമൊക്കെ ഉണ്ടാകുന്ന സമയമൊക്കെ. പക്ഷേ ഈ കാസറ്റിനകത്ത് എന്താണ് ഇംഗ്ലീഷ് പാട്ടുകളാണ്, വളരെ നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടുകളാണ്. ഞാനത് കേൾക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഇയാളെ നിന്ന് മേടിച്ച് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അത് ഇതൊക്കെ ഇങ്ങനെ കൊടുത്താൽ കുറച്ച് കാശ് കിട്ടും. അപ്പോൾ അങ്ങനെ കോർണർ പ്ലേസിൽ ഞാനൊരു കടയിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് കുറച്ച് കാശ് വേണം, പക്ഷെ എത്രയാണെന്നപ്പോൾ ഈ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഈ കോർണർ പ്ലേസിൽ പോയി കടയിൽ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി എത്രയാണ് ബോംബെക്ക് പോകാനായിട്ട് തീരുമാനിച്ചു, ബോംബെയിലേക്കുള്ള ടിക്കറ്റ് എത്രയാണെന്ന്. അപ്പോൾ ആ ബോംബെക്കുള്ള ടിക്കറ്റിന് ഒരു 60 രൂപ എങ്ങാണ്ട് മതി. അപ്പോൾ റിസർവേഷനൊന്നും ഇല്ലാത്ത ടിക്കറ്റാണ്, പക്ഷെ ഒരു ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബലത്തിൽ കയറി ഇരുന്ന് പോകാൻ പറ്റും. അപ്പോൾ അതിന് അത്രയും കാശ് വേണം. അപ്പം ഞാൻ വിളിച്ചെന്നിട്ട് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു ടിക്കറ്റ് മേടിക്കാനാണ്. അപ്പോൾ 3 ഐറ്റമാണ്. ഒരു ഷാളുണ്ട്, ഒരു വലിച്ചാൽ നീളുന്ന ഒരു ഈ തുണിയൊക്കെ ഇടാനൊക്കെ ചെറിയ ഇത്രയും ഒരു സാധനമാണ്. നമ്മൾ ഒരിടത്ത് ഒരു കൊളുത്തിയിട്ട് മറ്റിടത്തായിട്ട് വലിച്ചിടാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ആളുകൾക്കുടെ കയ്യിലൊന്നും ഇല്ലാത്ത, അവിടെ ഡൽഹിയിലായാലും അന്ന് അങ്ങനെ അവൈലബിൾ ആകാത്ത സാധനങ്ങളാണ്. പിന്നെ ഈ വിൻഡ് ബ്രേക്കർ, ഈ 3. അപ്പം ഞാൻ പറഞ്ഞു ഇത് 3 എടുത്തിട്ട് ഒരു 60 രൂപ തന്നാൽ ഞാനിതങ്ങ് തരാം. ഒരു കടയിൽ ഒരു സാധനമൊക്കെ വിൽക്കുന്ന കടയിലാണ്. അപ്പോൾ അവരിങ്ങനെ പറയാമെന്ന് വെച്ചിട്ട് ഒരു കൂട്ടർ പറഞ്ഞ് പറ്റത്തില്ലെന്ന്. ഞാൻ പിന്നെ അടുത്ത ഒരു കടയിൽ പോയി. ഇങ്ങനെ 3-4 കടയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ്, അപ്പം ഞാനിങ്ങനെ എടുത്ത് ഇത് 3 കാണിക്കുന്നതിനിടയ്ക്ക് ഈ കാസറ്റ് ഇങ്ങനെ, അപ്പോൾ അയാൾ പറഞ്ഞ് കാസറ്റ് തന്നാൽ ഞാൻ കുറച്ച് പൈസ തരാം. അപ്പോൾ അയാൾ ഇട്ടിട്ട് അയാളുടെ ഒരു ടേപ്പ് റെക്കോർഡറുണ്ട്, അതിനകത്ത് ഇട്ട്. അപ്പോൾ ഈ പാട്ട് നല്ല ഭംഗിയായിട്ട് ടേപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞ് ഇതിന് 15 രൂപ ഞാൻ തരാം, ബാക്കിയൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ ഇത് കാസറ്റ് കൊടുത്ത് ആ 15 രൂപ മേടിച്ച്. അപ്പോൾ നേരത്തെ കിട്ടിയിരുന്ന ഒരു 25 രൂപയുടെ കൂടെ ഇതും കൂടെ ആയി കുറച്ചായി. അപ്പോൾ ചടയെന്നൊരു നേരത്തെ ഞാൻ കയറിയിരുന്ന ഒരു കടയിൽ നിന്ന് ഒരുത്തിന് ഓടി വന്നിട്ട് പറഞ്ഞ്, ഞാൻ ഈ 3 സാധനത്തിനും പൈസ തരാം, ഇത്രയും പൈസയ്ക്കാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവന്മാർ. അപ്പോൾ അത് പെട്ടെന്ന് അയാൾ ഈ കാശും തന്ന് ഈ സാധനം അങ്ങ് മേടിച്ചു. അപ്പോൾ എനിക്ക് ഈ വണ്ടിക്കൂലിക്കുള്ള പൈസ കിട്ടി. അപ്പോൾ പക്ഷെ ഇതില്ല, എന്താണ് വേറെ പൈസ ഒന്നുമില്ല. ഞാനിത് മാത്രമാണ് എനിക്ക് ഇത്രയും നീഡേ ഉള്ളതെന്ന് വിചാരിച്ചു. അപ്പം തിന്നാനും ഒക്കെ ഉള്ള പൈസ ചോദിക്കണമെന്ന് മറന്നുപോയി. അപ്പോൾ കണക്കിലില്ലായി. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് എന്താണ് ടിക്കറ്റ് ചോദിക്കാൻ പോയ സമയത്തൊരു ഇത് പറ്റിയായിരുന്നു, തലേന്നായിരുന്നു അത് പോയത്. പിറ്റേ ദിവസമാണ് ഞാൻ ഈ കൊണ്ണാട് പ്ലേസിൽ പോയി സാധനം വെക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ ഇതുപോലെ ചെന്നപ്പോൾ അവിടെ കിടക്കാൻ പറ്റുമോ, ഞാൻ അവിടെ മേളയിൽ കിടന്ന്. അപ്പോൾ എൻ്റെ ഈ തലമുടിയും വേഷമൊക്കെ കണ്ടിട്ട് പോലീസുകാരൻ വന്നിട്ട് ചോദിച്ച് ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ടിക്കറ്റ് മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞാൽ അവിടെ കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്ന്, കാരണം ബാക്കി ഒത്തിരി പേര് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ ടിക്കറ്റ് മേടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ടില്ല. പിന്നെ അവിടുത്തെ ഈ ഓട്ടോറിക്ഷ വന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു നടുക്കൊരു ഐലൻഡ് പോലൊരു സ്ഥലമുണ്ട്, അതിലൊക്കെ കിടന്ന് ഉറങ്ങി. ഇന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ പാട് വിട്ടുപോയായിരുന്നു. ഈ തണുപ്പുള്ള അങ്ങോട്ട് ഈ ഫെബ്രുവരി അവസാനം അങ്ങോട്ട് ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തണുപ്പ് പോയിട്ടില്ല. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അതിലിങ്ങനെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഓട്ടോറിക്ഷയുടെ ശബ്ദം മുഴുവൻ സമയവും കേട്ടോണ്ട് അതിങ്ങനെ വന്ന് പോകുന്നു, ആളുകൾ വന്ന് ഇറങ്ങുകയും പോവുകയും ചെയ്യുന്നു. രാത്രിയാണ്, പക്ഷെ അപ്പോഴും ട്രെയിൻ രാത്രിയിലെല്ലാം പല സമയങ്ങളിലായിട്ട് പോകുന്ന കാരണം കൊണ്ട് ഭയങ്കര ശബ്ദമായിരുന്നു. അതൊക്കെ ഇങ്ങനെ കേട്ട് കിടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം വന്ന് ഗമയിൽ ടിക്കറ്റൊക്കെ മേടിച്ച് ധൈര്യപൂർവ്വം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നതൊക്കെ ഞാൻ ഓർക്കും. അന്ന് ട്രെയിനിൽ കയറി വരുന്നു. അപ്പോൾ താഴോട്ട് വരുമ്പോൾ
ഭക്ഷണത്തിൻ്റെ കാര്യം അപ്പോഴാണ് ഈ പൈസ തീരെ ഇല്ല. കുറച്ചുകൂടെ ഒരു 10 രൂപ 15 രൂപയും കൂടെ ഒക്കെ ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് 5-10 രൂപ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്നായിരുന്നു. പക്ഷെ അതപ്പോൾ തലയിൽ പോയില്ലായിരുന്നു. ഇങ്ങനെ പറ്റിപ്പോയി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 ദിവസത്തോളം 2 ദിവസത്തോളം എടുക്കുമായിരുന്നു. ഈ സാധാരണ ഒരു പാസഞ്ചർ ട്രെയിൻ പോലത്തെ ട്രെയിനാണ്. അത് എല്ലായിടവും നിർത്തി ഇങ്ങനെ പതുക്കെ ഓടിയാണ് വരുന്നത്. അന്നൊക്കെ ഈ എക്സ്പ്രസ് ട്രെയിൻസൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെയും അന്നത്തെ സമയത്തൊന്നും 3 ദിവസമൊക്കെ എടുത്തിട്ടായിരുന്നു അന്ന്. 4-ാം ദിവസമൊക്കെ ആയിരുന്നു ഡൽഹിയിലൊക്കെ എത്തുന്നത്. ഈ നമ്മൾ കേരളത്തിൽ നിന്ന് പോയാൽ 3 ദിവസം കണിശമായിട്ട് വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നൊക്കെ ഇങ്ങനെ ഒരു ദിവസമൊക്കെ കുറഞ്ഞാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 50 മണിക്കൂറൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഈ സ്പീഡുള്ള ട്രെയിനും സ്പീഡില്ലാത്ത ട്രെയിനും ഉണ്ട്. അപ്പം പാവം ട്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലായിടവും പിടിച്ചിട്ടായിരിക്കും അത് വരുന്നത്. മറ്റുള്ള ട്രെയിൻ ഓടാത്തപ്പോൾ മാത്രം ഓടിക്കുന്ന ചില ട്രെയിൻ പോലത്തെ. അപ്പോൾ അതിനാണ് ഈ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റും ഒക്കെ ഉണ്ടാവും. എന്തായാലും 2 ദിവസത്തോളം എടുത്ത് ബോംബെയിലിറങ്ങി അവിടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ച് ഒരു മാസത്തോളം ഞാനവിടെ താമസിക്കുന്നുണ്ട്. ആ താമസം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് ഗുരുകുലത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ വരുന്ന സമയമാകുമ്പോഴത്തേനൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചും പറഞ്ഞും വായിച്ചും വ്യത്യാസം വന്ന് നമ്മൾ ഈ യാത്രകളിലുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഈ പറയുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ അപ്പോൾ ഞാനിങ്ങനെ കേരളത്തിലെത്തുമ്പോഴത്തേന് ആ ട്രെയിനിനകത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞാനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായി. എല്ലാവരും എനിക്ക് ഭക്ഷണം മേടിച്ച് തരി, കാപ്പി മേടിച്ച് തരുന്നിടത്തായി. പിന്നെ വന്ന് ഈ വർക്കലല്ല ഊട്ടിയിലെ ഗുരുകുലത്തിൻ്റെ ചാർജ് ഏൽക്കുന്ന നിലവാരത്തിലാണ് പിന്നെ ഞാൻ അവിടെ ജീവിക്കുന്നത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു വിഷമം അനുഭവിച്ച ഒരു കാര്യമായിരുന്നു ഈ അവിടുത്തെ ഗുരുപൂജ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നാരായണഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നതാണ്. ആ ജന്മദിനം ഗുരുകുലത്തിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമല്ല, ഓരോ സ്ഥലത്തിന് ഒരു ദിവസം വെച്ചിട്ടാണ്. അപ്പം ഈ ഊട്ടിയിൽ വെച്ചിരിക്കുന്നത് മെയ് മാസമായിരിക്കും. ഏറ്റവും നല്ല ക്ലൈമറ്റും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വരാനൊക്കെ സൗകര്യമുള്ള സമയം നോക്കിയായിരിക്കും അവിടെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് അവിടുത്തെ ഗ്രാമത്തിലുള്ളവരെല്ലാവരും വിളിച്ച് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പണിയുണ്ട്. അപ്പോൾ ആ ഭക്ഷണം കൊടുക്കുന്ന ഈ ഭയങ്കര തിരക്കുമാണ്. ഭയങ്കര ദാരിദ്ര്യം പിടിച്ച സമൂഹങ്ങളായിരുന്നു അതൊക്കെ. അതുകൊണ്ട് എല്ലാവരും വരും. 600 പേരെങ്കിലും കാണും. മഴയെങ്ങാനും പെയ്തു പോയ കുഴഞ്ഞു പോവും. ആകെ അങ്ങ് തറയെല്ലാം ചീത്തയാവും. അപ്പോൾ ഈ പൂജയെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഗുരുകുലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള അന്യരാജ്യത്തൊക്കെ ഉള്ള ആൾക്കാരെ അയക്കുന്ന വസ്ത്രങ്ങളും സാധനങ്ങളൊക്കെ ഈ ആൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ളവർ മുഴുവനും കൂടെ അവിടെ, അപ്പോൾ ഇതൊരു ലിമിറ്റഡ് നമ്പർ അല്ലയോ നമ്മുടെ കയ്യിലുണ്ടാകത്തുള്ളൂ. അതിൽ കൂടുതൽ ആളുകൾ എന്നും കാണും. അപ്പോൾ ഭയങ്കര ഇടിയും വഴക്കും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോഴത്തേനും നമുക്കങ്ങ് വിഷമം തോന്നും. ഈ കാര്യം ഈ ആൾക്കാർക്ക് ഇത് കൊടുക്കണമെന്നുള്ളതൊരു ശരിയുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കുമല്ലോ. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ കൊടുത്ത് തീർക്കാനൊക്കത്തില്ല. എന്ന് കാരണം കൊണ്ട് ആളുകൾ ഭയങ്കര വയലൻ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നതും തിരക്കും. അപ്പോൾ ഇത് കൊടുത്തില്ലെങ്കിൽ അതിനേക്കാളും നല്ലതാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിലവാരത്തിലൊരു മോശം അനുഭവമാണ് ഉണ്ടാകാറുള്ളത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ കാണുകയും അതുപോലെ ഈ ഭക്ഷണം നമുക്ക് കൊടുക്കുന്നതിനേക്കാളും മിക്കവാറും ഈ ആളുകളുടെ നമ്പർ കുറയും. നമുക്കത് കൊടുത്ത് തീർക്കാനൊന്നും ഒക്കത്തില്ല. തീരും ആളുകൾ വിഷമിച്ച് നിൽക്കുന്നതൊക്കെ കാണും. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഇതിനൊരു പരിഹാരം എന്നുള്ള നിലവാരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ തവണയും അയച്ചു തരുന്ന ഒരു 600 തൊട്ട് 1000 രൂപ അയച്ചു തരുന്നുണ്ടാവും. ആ രൂപ കൊണ്ട് ഇത് നടന്നെല്ലാം തീരുക നോക്കും. പക്ഷേ ഈ പറയുന്ന പ്രശ്നം അപ്പോഴും പരിഹരിക്കത്തില്ല. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള തരത്തിലല്ലേ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ വസ്ത്രങ്ങൾ മേടിക്കാനും വയ്ക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ വസ്ത്രം കൂടുതലും കളക്ട് ചെയ്ത വസ്ത്രങ്ങളായിരിക്കും.
അപ്പോൾ ഇത് വന്ന സമയത്താണ് ഞാൻ ഇതിനൊരു നമുക്ക് കുറച്ചുകൂടെ അത് ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ പറ്റുന്ന നിലവാരത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തിക്കകത്ത് നിന്ന് ആലോചിച്ച്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ കാലത്തെ സമയത്ത് ഈ സ്ഥാപനമായിട്ട് പണ്ട് ബന്ധമുണ്ടായിരുന്ന മലയാളികളായ ആളുകളായിരുന്നു കൂടുതൽ അവിടോട്ട് വരുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം ആ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ദരിദ്രരായ ആൾക്കാർ മാത്രമേ കാണുള്ളൂ. അല്ലാത്ത ആളുകളുടെ ഒരു സഹകരണം വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഈ കളക്ട് ചെയ്യുന്ന, ഞാൻ അന്ന് ഇങ്ങനെ ഈ പണം അയച്ചു തരുന്ന പണമല്ലാതെ ഈ പണം കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 4-5 വീട്ടുകാർ ഗുരുകുല ബന്ധുക്കൾ എന്നാണ് അവരെ പറ്റി അറിയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടെർമിനോളജി. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവർ തരുന്ന പൈസ വാങ്ങി അതും കൂടെ ഇതിനകത്ത് ചേർക്കുക എന്നുള്ളതല്ലാതെ വേറെ പുതിയ ആളുകളെ കാണുക എടുക്കുക എന്ന് പറയുന്നൊരു സംഭവമില്ലായിരുന്നു. അപ്പം ഞാനിത് ഈ മറ്റേ സ്വാമിയുടെ കൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ചില ധാരണയും മനസ്സിലാക്കലൊക്കെ വന്നപ്പോൾ ആളുകളോടെല്ലാം ചോദിക്കണം എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ 10-500 നോട്ടീസ് അടിക്കും. ഇപ്പോൾ ഊട്ടിയിലെ ടൗണിൻ്റെ ഒരറ്റത്തുള്ള ഒരു കടയിൽ നിന്നിട്ട് മറ്റേ അറ്റം വരെ നടക്കുക എന്നുള്ള ചുറ്റും എല്ലാ കടകളിലും കയറി ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ആലോചിച്ച് പണം ചോദിക്കുക എന്ന് പറയുന്നൊരു ചെയ്യുമ്പോൾ വളരെ കുറച്ച് പണമേ ആൾക്കാർ തരുള്ളൂ. ഞാൻ വിചാരിച്ചു ഈ ഗ്രാമത്തിൽ എന്തായാലും ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കയറിയ കടയിലൂടെ അവർ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും തന്നാൽ നിങ്ങൾ ഈ കടയിലുള്ളതിൽ എന്തെങ്കിലും തന്നാൽ മതി. അപ്പോൾ ഈ കൊച്ചു മാടക്കടയായ പോലെ ഒരു പെൻസിലോ പേനയോ ഒക്കെ തരും. അപ്പം ഞാൻ അതിങ്ങനെ ഒരു ചാക്ക് പോലെ ഒരു സാധനമായിട്ട് അതിനകത്ത് ആദ്യത്തെ തവണ പോകുമ്പോൾ ഒരു സഞ്ചയമുണ്ട്. പിന്നെ ഞാൻ 2 ചാക്ക് മേടിച്ചു ചാക്കുമായിട്ട്. അപ്പോൾ ഇവർ ഈ തരുന്ന സാധനമൊക്കെ ഞാൻ അതിനകത്ത് ഇടാന്ന്. അപ്പം കടകളിലെ തുണിക്കടയിൽ ചെറിയ തുണി, ഷർട്ട് ഇങ്ങനെ അങ്ങോട്ട്. അപ്പം പണം തരണ്ട എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകൾ സാധനങ്ങളായിട്ടാണെങ്കിൽ കൂടുതൽ തരും. ഇത് അങ്ങ് പെട്ടെന്നാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഒരു കടയ്ക്കകത്ത് ഉള്ള അപ്പോൾ നമുക്ക് വേണ്ടാതെ ഇപ്പോൾ സിമൻറ്റ് കടയിൽ കയറിയിട്ട് സിമൻറ്റ് മേടിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു വീട് വെക്കാനായിട്ട് ആലോചിക്കുകയാണെങ്കിൽ സിമൻറ്റ് കടയിൽ നിന്ന് സിമൻറ്റ് ആയിരുന്നു ചോദിക്കേണ്ടത്. ഹാർഡ്വെയർ സ്റ്റോറിൽ പോയിട്ട് ഈ എന്താണ് സ്വിച്ചോ സാധനങ്ങളോ അതുപോലുള്ള സാധനങ്ങൾ ഇലക്ട്രിക് ഷോപ്പിലാണെങ്കിൽ ബൾബ് ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് ആളുകൾ തരും. അപ്പം അതൊരു ആൾക്കാർക്ക് അവർക്ക് അടിയന്തരമായിട്ട് വിറ്റ് പോകാതിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാവുന്നതായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ തരാൻ ആൾക്കാർക്ക് പറ്റും. അപ്പം നമ്മൾ ഈ പിരിവിന് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ പണം മാത്രം കളക്ട് ചെയ്തിട്ട് പണം കൊണ്ട് വീണ്ടും ഇതേ സാധനങ്ങൾ മേടിക്കുന്നതിന് പകരം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അന്ന് ആ ഒരു പ്രോസസ്സിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യമാണ്. ഞാൻ ഈ ചന്തയിലൊക്കെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ പച്ചക്കറി ചന്തയിൽ നിന്ന് ഞാൻ പറഞ്ഞു പച്ചക്കറി തന്നാൽ മതി. ഒരു കൊട്ട തക്കാളിക്കൊക്കെ കിട്ടി. ചിലയിടത്ത് നിന്ന് ഒരു കൊട്ട ഉരുളക്കിഴങ്ങ് കിട്ടി. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് ഒരു ലോറിക്കകത്ത് കൊള്ളാവുന്ന അത്രയും സാധനങ്ങൾ എല്ലാം ഒരു സ്ഥലത്ത് ചാക്ക് അപ്പോൾ അവിടെ ചാക്ക് തന്നെ ചാക്കോടെ തന്നെ ആൾക്കാർ തരുന്നുണ്ട്. ഞാൻ പണം ചോദിച്ചിരുന്നെങ്കിൽ 1 രൂപയോ അങ്ങോട്ട് പോയാൽ 5 രൂപയൊക്കെ തരത്തേ ഉള്ളൂ. ഈ ഒരു സംഭവം ചെയ്തിട്ട് അവസാനം ഈ ഒരു ലോറിക്കകത്ത് ആ ലോറി തന്നെ അവിടുത്തെ ഒരു മലയാളി പറഞ്ഞ് എൻ്റെ ലോറിക്കകത്ത് നമുക്കിത് മഠത്തിലെത്തിച്ചു തരാം. അങ്ങനെ അവിടെ ഗുരുകുല മഠം എന്നാണ് ഒരു നാട്ടുകാർ പറയുന്നത്. ആ മഠത്തിൽ ഞാൻ എത്തിച്ചു തരാം എന്ന് വെച്ചാൽ അയാൾ ലോറി വിട്ടു തരികയാണ് ചെയ്യുന്നത്. നമ്മളീ പണമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് കൂടി വന്ന ഒരു 10, 300 തൊട്ട് 500 രൂപ വരെ പരമാവധി. ഇത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞത് എല്ലാം കൂടെ വന്നപ്പോൾ തന്നെ എനിക്കൊന്ന് 10,000 രൂപയുടെ സാധനം ഇതിന് മുഴുവനും കൂടെ ആയപ്പോൾ ഉണ്ടായി. അപ്പോൾ ഈ ലോറിയിൽ അവിടെ കൊണ്ടുവന്ന് അപ്പം മറ്റേതൊരു 500 രൂപ തൊട്ട് 1000 രൂപയ്ക്ക് വന്ന് ഞങ്ങൾ പോയിട്ട് വീണ്ടും മേടിച്ച് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇത് അവിടെ ചെന്നപ്പോൾ സോർട്ട് ചെയ്താൽ മാത്രം മതി. ആ സോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഈ അതിന് പൂജ ഞാൻ അവിടുത്തെ കറിയും സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി ഇത് മാറ്റുന്ന സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇഷ്ടംപോലെ ഉരുളക്കിഴങ്ങും ക്യാബേജ് ക്യാരറ്റ് ഇതെല്ലാം അങ്ങ് ശരിക്കും പറഞ്ഞാൽ കൂനയായിട്ട് ഇരിക്കുകയാണ്.
അപ്പം ഞാൻ ആദ്യം ചെയ്തതെന്ന് പറയുന്നത് പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളെല്ലാം നാട്ടിലുള്ള അവിടുത്തെ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് തന്നെ അപ്പം തന്നെ അവരോട് എടുത്തുകൊണ്ട് പോയിക്കളാൻ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ അങ്ങ് കൊടുത്ത് സോർട്ട് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ചാക്കിനകത്താക്കി പെരിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞ തരത്തിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ ഗുരുകുലത്തിന് വർക്കലയാണ് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ അവർ ഇത് നടത്തുന്നുണ്ട്, ഒരു ഹോസ്റ്റൽ പോലെയാണ്. സാധാരണ സ്കൂളിൽ വിടുകയും അവിടെ ഗുരുകുലത്തിൽ താമസിക്കുന്ന ഹോസ്റ്റൽ പോലെയാണ് അവിടെ ഉള്ളത്. അപ്പം ഞാൻ അവിടേക്ക് ഈ ഉരുളക്കിഴങ്ങും ക്യാബേജും ക്യാരറ്റും ഒക്കെ കയറ്റി ഇങ്ങോട്ട് അയച്ച്, ഇതെല്ലാം ഈ ഇവിടുത്തെ പൂജയുടെ എന്ന് പറഞ്ഞ് കളക്ട് ചെയ്ത സാധനമാണ്. പക്ഷെ നമുക്ക് അത് അത്ര ഉപയോഗിക്കാനേ പറ്റത്തില്ല, അതിനു വേണ്ടിയാണ് കിട്ടിയത്. അപ്പോൾ അത് ഇവിടെ തന്നെ ഈ കൊച്ചിയിലെ പാർവതി അയ്യപ്പൻ്റെ ഒരു അനാഥാലയമുണ്ട് ആലുവയ്ക്കടുത്ത്. അവിടെയും ഞാൻ ഈ ഉരുളക്കിഴങ്ങ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അതൊരു വലിയ എന്താ പറയണ്ടത്, ഒരു ഐ ഓപ്പണറായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം. ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ ഈ ആളുകളോട് അവരുടെ ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ചോറ് പണം ചോദിക്കാതെ നിങ്ങളൊരു പൊതിച്ചോറ് ഇന്ന് ആളെ ഇവിടുത്തെ പരിപാടിക്ക് തരാൻ പറഞ്ഞാൽ ആളുകൾ ചടയെന്ന് അത് ഉണ്ടാക്കി തരും. പക്ഷെ പണമായിട്ട് തരാനായിട്ട് ആളുകൾക്ക് മടിയാണ്. കാരണം അത് ആ പണം അവർക്ക് പലതരത്തിൽ ഉപയോഗിക്കും. പക്ഷെ ഇത് അവർക്ക് ചോറ് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊതി ഉണ്ടാക്കി തരാൻ പറ്റും. നമുക്ക് 100 പേർക്ക് പൊതി വേണമെങ്കിൽ 100 വീട്ടിൽ ഓരോ പൊതി തരാൻ പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് ഒരാൾ എതിര് പറയുപോലും ഇല്ല, നല്ല പൊതികൾ നന്നായി ചെയ്തു തരും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ ആളുകൾ ഈ പിരിവെടുക്കാൻ പോകുന്ന ആൾക്കാർ ഒരു കാര്യം യഥാർത്ഥത്തിൽ ചെയ്യണമെന്ന് ആലോചിച്ചാൽ, അല്ലാതെ ഈ പൈസയൊക്കെ തട്ടിച്ചുകൊണ്ട് പോകുന്ന യുക്തിക്കകത്ത് ഇത് നമ്മൾ ഈ പറയുന്ന കാര്യം നടക്കത്തില്ല. പക്ഷെ അല്ലാതെ നമ്മളൊരു വീട് വയ്ക്കുക, അത് തന്നെ ചുറ്റുപാടുമൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചിച്ചാൽ അതിന് പണം കളക്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലുതാണ്. ചിലർക്കാണെങ്കിൽ അങ്ങനെയല്ല, പണം തരാനായിരിക്കും എളുപ്പം. അപ്പോൾ അവർ പണമായിട്ട് തരുമോ അല്ലെങ്കിൽ ചെക്കായിട്ട് തരുമൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അല്ലാത്ത ആളുകൾ മുഴുവനും അവരുടെ വീടിനകത്തുള്ള കാര്യങ്ങൾ തരുന്ന തരത്തിൽ അത് നമ്മുടെ പ്ലാനിങ്ങിനകത്ത് അത് കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ഈ തരത്തിൽ ആളുകളുടെ സഹകരണത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. ഒരേപോലെ ഇതുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ ഈ തുണിക്ക് കാത്തു നിന്ന് തമ്മിലടിക്കുന്ന ഈ മനുഷ്യരിൽ, അപ്പം ഞാൻ ആദ്യം ചെയ്തത് പിന്നെ അപ്പോൾ എനിക്കൊന്നൊരു 300-നോ 600-ഇല്ല 300-നും 500-നും അകത്ത് എവിടെയോ ആണ് ഈ അവിടുത്തെ വീടുകൾ, വീടുകളൊരു 200-ന് താഴെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ഞാൻ എല്ലാ വീട്ടിലും ഈ ഗ്രാമം മഞ്ഞനിക്കുര എന്ന് പറയുന്നൊരു ഗ്രാമമാണ് ഈ ഗുരുകുലം നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള. ആ ഗ്രാമത്തിനകത്തെ ആൾക്കാർ ഇപ്പോൾ പ്രായമായവർ, അതുപോലെ തന്നെ കുട്ടികൾ, അപ്പോൾ ജോലി ചെയ്യുന്നവർ എല്ലാവരെയും നമുക്ക് അവരുടെ വീട്ടിൽ ആരൊക്കെയാണ് ഒരു സെൻസസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സെൻസസ് ആണ് എടുത്തത്. ഞാൻ എല്ലാ വീട്ടിലും പോയിട്ട് അപ്പോൾ വയസ്സായ ഇത്ര പ്രായത്തിന് മേലോട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, കുട്ടികൾ ആരൊക്കെയാണ്, എത്ര നമ്പറുണ്ടെന്നൊക്കെ ഉള്ള ഒരു കണക്ക് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഈ കിട്ടിയ സാധനങ്ങളിനകത്ത് പ്രായമായവർക്ക് കൊടുക്കാൻ പറ്റുന്ന തൊപ്പി തൊട്ട് പുതപ്പ് ഇതെല്ലാ സാധനമുണ്ട്. ഞാനിതെല്ലാം നേരിട്ട് അവർക്ക് തലേന്ന് തന്നെ ഈ പൂജയുടെ തലേന്ന് തന്നെ എല്ലാ ആൾക്കാർക്കും നേരിട്ടങ്ങ് കൊടുത്തു. ഒരു ഇടിയും വഴക്കും ഇല്ലാതെ നമുക്ക് ഇതങ്ങ് പരിഹരിക്കാനും പറ്റും. തീരെ വഴക്കുണ്ടായതേ ഇല്ല. അപ്പോൾ അത് ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ നമുക്ക് സഹായിക്കാനും പറ്റും. അവരുടെ ഈ തരത്തിലുള്ള പരസ്പര സംഘർഷങ്ങളുടെ സാധനങ്ങൾ ഇല്ലാതാക്കാൻ. മറ്റേതാണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുമ്പോൾ തന്നെ ആളുകൾ തമ്മിൽ അടിക്കുന്നിടത്ത് എത്തിക്കും. ആ മേഖല നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ഇൻസൈറ്റാണ് നമുക്കത് അങ്ങനെ ചെയ്യുമ്പോൾ. ഈ തരത്തിൽ ആളുകളെ നമ്മൾ ചെയ്യുന്നു എന്ന് തോന്നിക്കുമ്പോൾ പോലും അവർക്ക് ആ തരത്തിലെ പ്രശ്നങ്ങളില്ലാതെ അത് പരിഹരിക്കാൻ പറ്റും. അത് ആരായാലും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇതെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നിന്നിരുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന അവിടുത്തെ ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ട്, അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള എൻ്റെ ബന്ധം ഒക്കെ ഞാനിങ്ങനെ ഈ നമ്മുടെ പ്രാക്ടീസസ് ആയിട്ട് ബന്ധപ്പെട്ട്
അതുപോലെ തന്നെ ആ ഗുരുകുലം ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അതിരുകളുമായിട്ട് ഉണ്ടായിരുന്ന ഒരു താഴെ ഒരു പണക്കാരൻ്റെ സ്ഥലത്തിൻ്റെ അറ്റത്താണ് ഈ ഗുരുകുലം നിന്നിരുന്നത്. അപ്പോൾ അവരുമായിട്ട് ആതൃത്യ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാനൊക്കെ കഴിഞ്ഞായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ഈ മരം വയ്ക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇഷ്ടംപോലെ അവിടെ ഊട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂക്കലിപ്റ്റസ് വെച്ച് പിടിപ്പിക്കുക. അപ്പം ഈ കൃഷി ചെയ്യാത്ത ഭാഗത്ത് മുഴുവനും നമുക്ക് വേലിക്കലെല്ലാം യൂക്കലിപ്റ്റസ് വയ്ക്കുക. അതുപോലെ ഞാൻ ഈ ഫ്രൂട്ട് ട്രീസ് അവിടെ താഴെ കൂണൂരെന്ന് പറയുന്ന സ്ഥലത്ത് നഴ്സറിയിൽ പലതരത്തിൽ ഫ്രൂട്ട് ട്രീസ് കിട്ടുമായിരുന്നു. ഒരു 100 ചില്ലുവാന എണ്ണം ഞാനവിടെ വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമമേ നടന്നിട്ടുള്ളേ. പിടിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കുറച്ച് ഒരു പ്ലം മാത്രമേ വളർന്ന് വന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ സത്യത്തിൽ ഇത് ഈ എല്ലാം വെച്ച് പിടിപ്പിച്ച് കുഴിയൊക്കെ എടുത്ത് വെച്ചൊക്കെ പിടിപ്പിച്ചെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുന്ന് മറ്റ് ഗുരുകുലങ്ങളിലേക്ക് മാറി പോവുകയൊക്കെ ചെയ്ത കാരണം കൊണ്ട് അത് പിന്നെ ഞാനൊരിക്കൽ ചെല്ലുമ്പോഴൊക്കെ ഒരിക്കലും അതൊന്നും വളർന്നിട്ടില്ലായിരുന്നു. ആകെപ്പാടെ കുറച്ച് പ്ലം മാത്രമാണ് വലുതായത്, മറ്റൊന്നും പിടിച്ചില്ല. അതൊക്കെ ഇങ്ങനെ ആ ചെയ്യുന്ന രീതിക്കകത്ത് നഷ്ടപ്പെട്ടു പോയ ഞാൻ നമ്മൾ തന്നെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന തുടർച്ചയില്ലാതെ വരുന്നാലുണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീണ്ടും ഒരു ദിവസമായപ്പോൾ എനിക്ക് തോന്നി കന്യാകുമാരിയിലൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് നടക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് ചെയ്യണമെന്ന്. അതുപോലെ മരുത്വാമലയിൽ പോകണം. പണ്ടേ ഉള്ള ഒരു ഇതായിരുന്നു. ഗുരുകുലത്തിൽ നാരായണ ഗുരുവൊക്കെ ഇരുന്ന മലയുണ്ട് കന്യാകുമാരി ഭാഗത്ത്. അപ്പോൾ അവിടെ പോയി അതിൻ്റെ മണ്ടയിൽ ഞാനൊരു മാസത്തോളം അതിൻ്റെ പകുതി വഴി വരെ സ്വാമിമാരൊക്കെ ഇരിക്കും. അപ്പോൾ അവിടെ അവരുമായിട്ട് ജീവിക്കുന്ന കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഏറ്റവും വലിയ മുകളിൽ ഒരു ഗുഹയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അപ്പോൾ പണ്ട് മറ്റേ സ്വാമിയായിട്ട് ജീവിക്കുന്ന സമയത്ത് അവിടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ ഒരു സ്ത്രീ തപസ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവിടെ പോയിട്ട് കുറേ ദിവസം ഈ പറഞ്ഞ പോലെ വലിയ തപസ്സൊക്കെ ചെയ്യണം. നേരത്തെ ഉള്ള നമ്മുടെ തപസ്സൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ആയപ്പോഴത്തേന് സൗന്ദര്യലഹരിയൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയാണ്. അപ്പം അതിങ്ങനെ വായിക്കുമ്പോൾ അതിനകത്ത് 27ാമത്തെ ശ്ലോകം മറ്റുമാണ്. അത് ഇങ്ങനെ വലിയ നമുക്ക് ഭയങ്കര ഒരു വേദാന്തിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ്. അപ്പോൾ സൗന്ദര്യലഹരിയിലെ 27ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ അത് ഞാനതിങ്ങനെ കാണാതെ പഠിച്ച് അതിങ്ങനെ ചൊല്ലുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ഈ മലയിലിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുക എന്നൊക്കെ പറയുന്നത് ഉരുക്കഴിക്കുക എന്ന് പറയുന്ന നിലവാരത്തിൽ ശരിക്കും പറഞ്ഞാൽ ജപിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിനൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഈ ഭക്ഷണം ഞാനങ്ങ് ഏറ്റവും മുകളിൽ പോയി. അപ്പം ആളുകൾ വരികയും എന്താ പറയുക പയറോ അല്ലെന്നുണ്ടെങ്കിൽ അരിയോ ഒക്കെ തരുന്ന ഒരു ഉയരമുണ്ട്, സ്റ്റെപ്പൊക്കെ കെട്ടിയിരിക്കുന്നത്. അതിന് മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും വന്ന് നമുക്ക് ഭക്ഷണമൊന്നും തരത്തില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി 3 ദിവസം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഇറ്റ് വരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളൊരു ചിരട്ട അവിടെ ഇങ്ങനെ വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഒരു ചിരട്ട വെള്ളം കിട്ടും. അപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റും. പക്ഷെ ഭക്ഷണം താഴെ വന്ന് ഈ പകുതി വഴിക്ക് താഴെ ഇറങ്ങി വന്ന് സ്വാമിമാരുടെ കയ്യിൽ നിന്ന് മേടിച്ചെങ്കിലേ കിട്ടുള്ളൂ. ഒരു തവണ ഞാനിങ്ങനെ 3 ദിവസം ഭക്ഷണമൊക്കെ കഴിക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള സ്വാമിമാർക്കറിയാം ഞാൻ എപ്പോഴും പോയിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ഒരു സ്വാമി 3-ാം ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വന്ന് ഇങ്ങനെ പട്ടിണി ഇരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ ഉപദേശമൊക്കെ തന്ന് 2 പഴമൊക്കെ തന്നു. പിന്നെ നമ്മൾ ആ ഒരു ഇരിപ്പൊക്കെ അവിടെ നിന്ന് വിട്ട് ഞാൻ വീണ്ടും ഇവരുടെ കൂടെ വന്നിരുന്നു.
അപ്പം ഈ തരത്തിൽ ആളുകൾ ഈ പറയുന്ന എക്സർസൈസസ് ഒക്കെ ഉണ്ട്. ഇത്തര ജപം ജയിച്ചാൽ അങ്ങനെ സംഭവിക്കും. ഞാൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ് ഈ ചെയ്യുന്ന സമയങ്ങളിൽ. ഈ ആളുകൾ പറയുന്നത് പോലുള്ള സത്യത്തിൽ അതിൻ്റെ എക്സാജറേറ്റ് ചെയ്ത് മറ്റുള്ളവരോട് പറയുന്നതെന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യമില്ല. അതേ സമയത്ത് ഇപ്പോൾ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ലൈറ്റ് ഫീലിങ്സ് ഉണ്ടാകുന്നതും ആന്തരികമായിട്ട് കുറേ സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം തന്നെയും ആവശ്യത്തിൽ കവിഞ്ഞ് എക്സാജറേറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ് ആളുകൾ സാധാരണ ചെയ്യുന്നത്. അല്ലാതെ എനിക്കത് അങ്ങനെ മനസ്സിലായിട്ടുള്ളൂ. ഇന്ന് പിന്നെ നമുക്കതിൻ്റെ സയൻസ് അറിയാം, എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നറിയാം. പക്ഷെ അന്നൊക്കെ അത് തന്നെ മനസ്സിലാക്കുമ്പോൾ സത്യസന്ധമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ എക്സാജറേറ്റ് ചെയ്യുന്ന മേഖലകളല്ലാതെ ബാക്കി മുഴുവൻ, ഞാൻ ഈ താഴെയുള്ള സ്വാമിമാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്താണെന്നറിയാം. ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി എന്ന് പറയുമ്പം 8 വർഷമായവന് ഗമയില്ല പിന്നെ. ഇത് ഞാൻ പിന്നെ ഇതുപോലെ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുമ്പോഴാണ്. ഈ വർക്കല എത്തിച്ചേരുന്നതിന് മുമ്പൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൈത്രേയ എന്ന് പറയുന്ന പേര് വരുന്നത് ഇങ്ങനെ ബുദ്ധൻ്റെ അടുത്ത അവതാരമാകണം എന്ന് ആലോചിക്കുന്ന ഒരു സാധനം വരുന്നത് ഞാനിങ്ങനെ പേര് സ്വന്തമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ സ്നാപക യോഹന്നാനാണ്, യേശുക്രിസ്തു ആണെന്നൊക്കെ പറഞ്ഞ് ഒരു വൈദികയൊക്കെ പറഞ്ഞ് പേര് മൈത്രേയൻ എന്നാണെന്ന് ഡിക്ലെയർ ചെയ്ത് അങ്ങനെ ഒഫീഷ്യലി എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പേര് മാറ്റ സെറിമണി ആദ്യമായിട്ടാണ് ഗുരുവിൽ ചെയ്തിട്ടുള്ളത്. ഒരാളെ ഒരു ഗുരു വേറൊരു ഗുരുവിനെ ചായക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എക്സർസൈസാണ്. ജാപ്പനീസ് ഗാർഡൻസ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഈ പറഞ്ഞ ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ആ ഗാർഡൻ ഉണ്ടാക്കുക എന്ന് പറയും. അതേ